ഹണി, നീ എന്താ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കാത്തത്? കാരണം നീയാണ് പറയുന്നത് കേൾക്കേണ്ടത്. എന്ത്? ഞാനാണ് മൂത്തവൻ. ഇവന്റെ ഓർഡർ ഞാൻ എന്തിനാ കേൾക്കുന്നത്? ഇവനല്ലേ ഇളയവൻ. എന്റെ ഓർഡർ ഇവൻ കേൾക്കണം. നീ എന്താ ഹണി അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിന്നെ ഒരു അവകാശമില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാ. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ഏത് ഫ്രണ്ട്സാ ഉള്ളത്? നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട എനിക്ക് ഒരുപാട് വിഷമാകും ഹണി. ഞാൻ കണ്ടു ആ ഭീകരമായ നായകളുടെ അടുത്ത് നിന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എങ്ങനെയൊക്കെ തല്ലുണ്ടാക്കിയെന്ന്. സോറി ബണ്ണി ബ്രോ. പക്ഷെ നിന്റെ മനസ്സിനകത്ത് ആരാ ഇതൊക്കെ കയറ്റി വിട്ടത്? പോപ്പട്ടെ. എന്തേ? ഞാനോ? ആ, രാവിലെ നീയല്ലേ പറഞ്ഞത് നീ ഒരു മണ്ടനാണ്, അതുകൊണ്ടാണ് മൂത്തവനായിട്ടും ബണ്ണി പറയുന്നതൊക്കെ കേൾക്കുന്നതെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കി. ഞാൻ മൂത്തവനാണ്, ബണ്ണി പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ലെന്ന് കരുതി. അയ്യോ, ബന്നിയെ ഉരുളക്കിഴങ്ങ് ആൾക്കാരെ പിടിച്ചോണ്ട് പോയേ. എനി ഡൗട്ട്? ഞാൻ അവരുടെ മണം പിടിച്ചേച്ച് അവരെ പുറകെ പോകാം. വരൂ. ശരി, ഒരു ചാൻസ് തരാം. നിങ്ങൾ എന്നെ കുറച്ചു നേരം എന്റർടൈൻ ചെയ്യണം. ഒരു പക്ഷേ നേരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വിടാൻ പോകുന്നില്ല. എന്നാ ഡാൻസ് കളിക്കേ. ഇല്ല, കൊള്ളത്തില്ല. ശരി ശരി, ഞങ്ങൾ വേറെ ഡാൻസ് കളിക്കാം. ഒട്ടും ശരിയാവുന്നില്ല. ഒട്ടും കൊള്ളില്ല. ശരി, വിട്, ഞാൻ നിങ്ങളെ കൊന്നേക്കാം. ഇപ്പോഴാണ് ഗുണ്ടയതിനു ശേഷം കുറെ നാളത്തേക്ക് ശേഷം ഇത് കളിക്കാൻ പറ്റിയത്. ബണ്ണിയോട് എന്നെ പ്രാങ്ക് ചെയ്തല്ലേ? ഈ ബണ്ണി എല്ലാരെക്കാളും വലിയ പ്രാങ്സ്റ്ററാ. എന്ന് വെച്ചാ ഇത് പ്രാങ്ക് ആണോ? അതെ, ഹണി മുഖേന നിന്റെ പ്രാങ്കിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ തോത്താറാമിനെ വിളിച്ചെല്ലാം പറഞ്ഞു. മണ്ട, ഞങ്ങളൊക്കെ എത്ര ടെൻഷൻ ആയെന്ന് അറിയോ നിനക്ക്? നിന്നെ അഭിനന്ദിച്ചേ മതിയാവൂ അനിയ. പ്രാങ്കിന്റെ കാര്യത്തിൽ നീ കിങ് ആണ്. ആ, ഈയിടെ സുഹൃത്താർ, നമുക്ക് പോപ്പറ്റിന്റെ ധൈര്യം കുറച്ച് കാണാം. രക്ഷിക്കൂ, രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. ഞാനെങ്ങനെ രക്ഷിക്കാനാ? നിനക്ക് നല്ല നീന്താൻ അറിയാലോ. നീ ചെന്ന് രക്ഷിക്കേ. വെള്ളം ഭയങ്കര വേഗമായിട്ട് ഒഴുക്കുന്നേ, നീ പറഞ്ഞ രക്ഷിക്കേ. സാരമില്ല അനിയ, പോപ്പട്ടിന് പേടിയാണെന്ന് തോന്നുന്നു. ഏയ്, ആർക്കാണ് സ്വന്തം വീടില്ലയോ? അവരടുത്തവരെ കണ്ട് വീടില്ലാത്തവൻ എന്ന് പറയാൻ പാടില്ല. എനി ഡൗട്ട്? എടാ, അവിടെ സോർദാറിന്റെ ജീവൻ ആപത്തിലാ. നീ അവിടെ മിമിക്രി കാണിച്ചോണ്ടിരിക്കാ. ഒന്നും ചെയ്യണോ? രക്ഷിക്കണേ, രക്ഷിക്കണേ, ഇതാ എത്തിക്കഴിഞ്ഞു. രക്ഷിക്കണേ, ജോർജ്, രക്ഷിക്കണേ, കൈ പിടിച്ചോ. ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കും, രക്ഷിക്കും, രക്ഷിക്കും. അല്ല, നീ എന്തിനാ രക്ഷിക്കുന്ന നിലവിളിക്കുന്നത്? നീ എന്നെ രക്ഷിക്കാൻ വന്നതല്ലേ? ചിലപ്പോ രക്ഷിക്കാൻ വന്നവരും രക്ഷകന്റെ രക്ഷ ആവശ്യപ്പെടും. അതിപ്പോ എനിക്ക് ആവശ്യമുണ്ട്. എനി ഡൗട്ട്? കുറെ ദിവസം കഴിഞ്ഞ് മാമനെ കാണാൻ പോവാണ്. മോനെ, നീ വന്നോ? മാമ, എന്താ സംഭവിക്കുന്നേ? ഇത് കൊള്ളക്കാരൻ ജബ്ബർ സിംഗിന്റെ കല്യാണമാ. ഞാനിവർക്ക് അരി കൊടുക്കാന്നാ വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവര് നമ്മളെ സമാധാനമായിട്ട് താമസിക്കാൻ പറ്റില്ല. ഏയ്, ഇവിടെ എന്താ കക്കം വന്നിരിക്കുന്നേ? വേഗം ഇവിടുന്ന് പോ.
നീ എന്താ പറഞ്ഞേ? പോയി ജബ്ബർ സിംഗിന്റെ അടുത്ത് പറ പോപ്പറ്റ് അരി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു പറ. ഇനി ഡൗട്ട് വേഗം ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ അടിച്ചടിച്ച് നിങ്ങളുടെ മോന്നര ഷേപ്പ് എങ്ങനെ ഞാൻ മാറ്റുമെന്ന് വെച്ചാ കണ്ണാടി നിങ്ങൾ കണ്ട നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയില്ല. പോകില്ല, അടിച്ച് കാണിക്കില്ലേ? പോപ്പട്ട് പോയി അടിക്ക്. അല്ല നിങ്ങൾക്ക് വല്ല ബുദ്ധിയുണ്ടോ? എന്റെ ജോലി എന്താ മറക്കുന്നതല്ലേ? അടിക്കുന്ന പണി നിങ്ങളുടേതല്ലേ? നിനക്കെന്താ വട്ടായോ? അവര് കൊള്ളക്കാരാണ്, കൊള്ളക്കാര്. പിന്നെ നീ പോരാളിയല്ലേ, പോരാളി. ആക്രമിക്കേ. നീ തല്ലിപ്പൊളിയാ. എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. സത്യം പറഞ്ഞ നീ ഒരു കൊള്ളക്കാരനേ അല്ല. എന്ത്? എന്നാ? നീ എന്റെ അനിയനെ അടിക്കുന്നോടാ? ഐസ്ക്രീം ജീവിതം പോലെയാ. അതിൽ എത്രയോ കളേഴ്സ് ഉണ്ടാകും, എത്രയോ ടേസ്റ്റും ഉണ്ടാകും. ഇനി ഡൗട്ട്. ശരിയാണ് ശരിയാണ്, നീ പറഞ്ഞ കറക്റ്റാ. നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഓട്. ഹണിന്നാണോ വിചാരിച്ചേ? അത് ഞാൻ എന്തിനാ ഓടണമെന്ന് പറ. സ്വീറ്റി നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അവള് മാർക്കോ കഫേയിലാ ഉള്ളത്. എന്തേ? അതെ, ഇങ്ങനെ പോകാനാണോ പ്ലാൻ? ഒന്ന് റെഡി ആയിട്ട് പൊയ്ക്കോടെ. അയ്യോ സമയമില്ല. നമ്മുടെ ആളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ മാർക്കറ്റിൽ പോയി തുണിയും വാങ്ങിച്ചോണ്ട് പോകാം. എനി ഡൗട്ട്? ആ, ഇനി ശരിക്കും രസം ഉണ്ടാവും. ഇതാ മാഡം. അല്ല, അവൻ എവിടെ പോയി? കാത്തിരുന്നതിന് ശേഷം കണ്ടുമുട്ടിയാൽ അതിന്റെ സുഖം തന്നെ വേറെയാണ്. എനി ഡൗട്ട്? ഇപ്പോ അടിപൊളി അടിപൊളി അടിപൊളി. ദേഷ്യപ്പെട്ട് സമാധാനിക്കുന്ന കളി എനിക്ക് വളരെ ഇഷ്ടമാണ്. എനി ഡൗട്ട്? എന്ത് ദേഷ്യം, എന്ത് സമാധാനം? നിനക്ക് എന്താ ബുദ്ധി ഇല്ലാതായോ? ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞാനൊരാളെ കാത്തിരിക്കാം. ദേ അവൻ വരുന്നുണ്ട്, ദേ അവൻ വരുന്നുണ്ട്. നിനക്ക് ഞാൻ ഒരു പണി തരുന്നുണ്ട് പോപ്പറ്റ്. ഞാനൊന്ന് നിന്നെ എടുത്തോളാം ജോർദാർ. ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞോ? എന്നാ ഇനിയെങ്കിലും നീ ഒന്ന് മിണ്ടാതിരിക്കും. അതെ, ഞാൻ വാക്ക് കൊടുത്തു എന്നാ പറഞ്ഞത്. ഞങ്ങളൊന്നും നിന്റെ ജോലിക്കാരല്ല. നീ വാക്കു കൊടുത്തു വെച്ച് അതൊക്കെ ഞങ്ങൾ നിറവേറ്റാൻ വേണ്ടി. ഏയ്, എന്റെ കൈ പൊക്കാൻ വെക്കരുത്. ഞാൻ കൈപൊക്കിയാലുണ്ടല്ലോ നീ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അല്ലല്ലോ, ഒരു മിനിറ്റ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്നെ ലഞ്ചിന് ക്ഷണിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരോട് വഴക്കിട്ട് കളിക്കാണോ? ഒന്ന് ആലോചിച്ചോക്കെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടാലേ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാവും. പിന്നെ കോളനി പോകുമ്പോഴേ നിങ്ങൾക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ആൾക്കാരൊക്കെ നിങ്ങളെ കണ്ട് ചിരിക്കും. ചിരിക്കട്ടെ, പക്ഷെ ഇതിനൊരു പാട് പഠിപ്പിച്ചേ തീരൂ ഞാൻ. അല്ല, എന്താ പറ്റിയത്? ലഞ്ച് പ്ലാൻസ് ഒക്കെ എന്തായി? ഇവര് ലഞ്ച് കൊടുക്ക്. പാമ്പിന് പാല് കൊടുക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എനി ഡൗട്ട്? ട്രക്ക് നിർത്ത്. എന്ത് പറ്റി? കോൺസ്റ്റബിൾസ്, ടെമ്പോ മുഴുവൻ സെർച്ച് ചെയ്യ്. യെസ്, ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു. ഈ ടെമ്പോയിൽ ഗോൾഡ് കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? മണി, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഈ ടെമ്പോ എന്റേതല്ല. എന്റെ ദൈവമേ, ഇവിടെ മൊത്തം പണി പാളിയല്ലോ. വാ. ഇത് അയാളുടെ ട്രക്കാണ്, പിടിക്കൂ. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ട് പോകും. നഗരത്തിൽ നിന്ന് വന്ന അവര് നമുക്ക് വേണ്ടി വഴക്കിടുമ്പോ നാട്ടുകാരായ നമ്മൾ വഴക്കിടാതെ എന്താ ന്യായം?
ഇവിടെ മുഴുവൻ കത്തിച്ച് കളഞ്ഞേക്ക് വേഗം. ഇനി ഈ ഗ്രാമത്തിൽ ഒരുത്തരം ജീവനോടെ കാണരുത്. ഓട് ഓട്, ഇവിടുന്ന് വേഗം ഓടിക്കോ. ഈ ഗ്രാമത്തിൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല, തീർച്ചയായും വരില്ല. ജബ്ബർ സിംഗ് വന്നു കഴിഞ്ഞു. പാതി പേര് അങ്ങോട്ടേക്ക് പോ, പാതി പേര് ഇങ്ങോട്ടേക്ക് പോ. ജബ്ബർ സിംഗ് എവിടേക്കായാലും പറന്നെത്തിക്കോളും. കൊള്ളയടിച്ചാലും പറന്ന് കൊള്ളയടിക്കും. എന്റെ തല ചൂടായിരിക്കുക. ആരായി പോപ്പട്ട് പറയ? നീയാണോ ഞങ്ങളുടെ ആൾക്കാരെ വിരട്ടിയത്? എന്റെ തല ചൂടായിരിക്കുക. നിങ്ങൾ ടപ്പറല്ല, ബമ്പറും അല്ല, പൈപ്പറും അല്ല, പിന്നെ നിങ്ങള് ചപ്പറും അല്ല. ഓ, ഞാൻ ജബ്ബർ അല്ലെങ്കിൽ വേറെ ആരാ? പറയ, വേഗം പറയ. നിങ്ങളൊരു ടഫറാ. അല്ല, ഒരു പൂച്ച എങ്ങനെ പോപ്പറ്റാകുന്നത്? ദേ പോപ്പറ്റ് അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? അതന്നെ അവൻ വന്നില്ലതാക്കും. ഓ അതെ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ പോന്നു. ഞാനിവിടെ പാനിപ്പൂരി കഴിക്കാൻ വന്നതാ. എന്നെ നിങ്ങളും കഴിക്കുന്നോ? നിങ്ങളിപ്പോ കഴിച്ചോ, ഞാനെന്നാ പിന്നെ വന്ന് കഴിച്ചോളാം. അങ്ങോട്ട് നോക്കിയേ, ആ ചെന്നായക്കള് ഹണീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. വരൂ. കുഞ്ഞനിയാ, പറക്കുന്ന ഞങ്ങളെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനി ഡൗട്ട്? നീ കാട്ടുനായാണെങ്കിൽ എന്താ, ഞാനും ഒരു നായയാണ്. സോറി, ഇതിൽ ചില്ലി സോസ് ഉണ്ടായിരുന്ന കാര്യം എനിക്ക് അറിയില്ല. അന്ന് വല്ലാതെ എരിയുന്നു. സൂര്യൻ മറഞ്ഞതിന് ശേഷമേ ചന്ദ്രൻ വരാൻ പാടുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കണം. കൈതട്ടു. എന്തു പറ്റി? പ്രധാനപ്പെട്ട സമയത്തെ ഇങ്ങനെയൊക്കെ ആവൂ. എത്ര തവണ ശ്രമിച്ചിട്ടും കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. എടാ കണ്ടില്ലേ, കാറ് റിപ്പയർ ആയി. എനിക്ക് കാർ റിപ്പയർ ചെയ്യാൻ കൊടുക്കും, എന്നിട്ട് കോഫി ഷോപ്പിലേക്ക് പോകും. പിന്നെ സംസാരിച്ച് രാത്രിയാകും. നമ്മൾ സൂവിലേക്ക് പോകാൻ ഒരുപാട് ലേറ്റ് ആക്കി പോവും. നമുക്ക് ഈ കാറ് തള്ളി ഗ്യാരേജിലേക്ക് കൊണ്ടുപോകാം. വരൂ. അതെ സാറേ, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യൂ. ഗാരേജ് വരെ ഞങ്ങൾ ഉന്താൻ സഹായിക്കാം. എത്ര നല്ല ആളുകളല്ലേ. ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ, ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ, ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ, ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ. എല്ലാവർക്കും എന്റെ ഭാഗത്താ ഉള്ളത്. ഇനി ഇവളടുത്ത് മനസ്സിലുള്ളത് പറയണം. എനിക്ക് ഇതാ നിങ്ങൾക്കുള്ള കോഫി. വെട്ടി തന്നെയാണ് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്നു. അല്ല, ഞങ്ങളിവിടെ കോഫി കുടിക്കാനാ വന്നേന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് ഞങ്ങളുടെ വെൽക്കം ഡ്രിങ്ക് ആണ്. വെൽക്കം കോഫി. വേഗം കുടിച്ചോ, ഇല്ലെങ്കിൽ തണുത്തു പോകും. ഇതിനി ആറാനായിട്ട് എന്താ ഉള്ളത്? അല്ലെങ്കിൽ തണുത്തിരിക്കുകയാണല്ലോ ഇത്. ഇത് കോൾഡ് കോഫിയാണെന്ന് കരുതി അങ്ങ് കുടിച്ചാ മതി മാഡം. എനിക്ക് ഹോട്ട് കോഫിയാ വേണ്ടത്.
അതിന് സമയമെടുക്കും. ഇവിടെ സമയമില്ലല്ലോ. വീട്ടിനടിക്കാൻ ആവശ്യം പെയിന്റ്. മാനേജറുടെ അടുത്ത് നിന്നെ ചെയ്യാൻ പോവാ ഞാൻ കംപ്ലൈന്റ്. മേഡം ഇനിയും വന്നില്ലല്ലോ. അവര് തനിച്ചെങ്ങാനും പോയിട്ടുണ്ടാവോ? അവര് ജിമ്മിലേക്ക് പോയിരിക്കുകയാണ്. അതിന് ജിമ്മില് മൃഗങ്ങൾ ഉണ്ടാവില്ലല്ലോ. എക്സസൈസ് ചെയ്യാൻ പോയിരിക്കുക, മൃഗങ്ങളെ കാണാനല്ല. എനി ഡൗട്ട്? മേഡം ഒന്ന് വേഗം ഫ്രഷ് ആയിട്ട് വരൂ, ഞങ്ങളെല്ലാരും റെഡിയാണ്. അത് പിന്നെ സോറി മക്കളെ, നമ്മൾ ഇന്ന് സൂയിലേക്ക് പോകുന്നില്ല. ഞാൻ കുരങ്ങുകളെ കളിപ്പിക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തതായിരുന്നു. ഹണി, കുരങ്ങുകളോടൊപ്പം നമ്മൾ കളിക്കാനേ പാടില്ല. ഇപ്പൊ കുരങ്ങന്മാരെ പറ്റിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഇപ്പൊ പോയാലോ? ഓ ഇല്ലില്ല, ഒരിക്കലും സാധിക്കില്ല. ഞാനിന്ന് ഗന്ന സാറിന്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടി പോവാ. കോഫി ഞാൻ ഉണ്ടാക്കി തരാം. കന്നാസാറിനോട് വരാൻ പറഞ്ഞിട്ട് വേഗം കുടിച്ചോളൂ. ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോഫി കുടിക്കാൻ വേണ്ടിയല്ല, ഖന്ന സാറിനോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയാ. പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന തെറ്റാണ്. അതുകൊണ്ട് വാക്ക് മാത്രമല്ല, കൂടെ ഉള്ളവര് മനസ്സ് പൊട്ടും. എനി ഡൗട്ട്? സോദർ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്റെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ചേടാ, എന്റെ മോതിരം. അയ്യോ നിർത്ത്. ഉടനെ നിക്ക്, എങ്ങോട്ടായി പോന്നേ? നിങ്ങളെ പപ്പി എന്റെ മോതിരം വിഴുങ്ങി. ഓ മൈ ഗോഡ്, ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ, എന്റെ അല്ല, പപ്പിയുടെ മുതുകിൽ അടിക്കേ. എന്ത്, എന്റെ ക്യൂട്ടിയെ അടിക്കാനോ? നോക്കിയേ, കന്നാ സാറിനെ അവരെ അടിക്കുന്നു. എന്താ ഇത്? നീയാണോ ഹണി? അല്ല, ഞാൻ ഹണി അല്ല, അവന്റെ ട്വിൻ ബ്രദർ മണി. ബണ്ണി ശരിയല്ലേ? അടിപൊളി. അയ്യോ, നീ എന്റെ ആകാരം നഷ്ടപ്പെടുത്തിയോ? ഞാൻ ജാവലിൻ ത്രോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഓ, ജെല്ലിയുടെ കുപ്പി എനിക്ക് വലിയ പൊക്കിഷം പോലെയാ. നീ അത് താഴെ തള്ളി പൊട്ടിച്ചിട്ടു. എനി ഡൗട്ട്? അതെന്തിനാ മരത്തിന്റെ മേലെ ഇരുന്നോണ്ട് കഴിക്കുന്നത്? അത് വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ കഴിക്കായിരുന്നില്ല. ഞാനൊരു കിളിയല്ലേ, അത് മരത്തിൽ വെച്ച് കഴിക്കുന്നല്ലേ എന്റെ ശീലം. ആരും അത് മറക്കരുത്, അത് അവരവരുടെ ശീലങ്ങളാണ്. നീ വളരെ ബുദ്ധിശാലിയാണല്ലോ പോപ്പാട്ട്. അത് നിന്നെ പോലെ വെട്ടികൾക്കും കുറച്ച് കൊടുക്കണം. നിനക്ക് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ആ ബണ്ണിയെ നോക്ക്, അവൻ നിന്റെ അനിയനാണ്. അവൻ എത്ര സ്മാർട്ട് ആണെന്ന്. കൊച്ചു ചെറുക്കനായാലും അവൻ നിന്നെക്കാളും ബുദ്ധിമാനാണ്. എനി ഡൗട്ട്? ആ ബണ്ണി ഇല്ലെങ്കിൽ നിന്റെ കഥ എന്താവും? നീ മൂത്തവനാണ്, പക്ഷെ നീ പിട്ടിയാണ്. അതുകൊണ്ടാണ് ബണ്ണി പറയുന്നതൊക്കെ നീ കേട്ടോണ്ടിരിക്കുന്നത്. എനി ഡൗട്ട്? എന്റെ മൂഡ് നീ സ്പോയിലാക്കി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിരിക്കട്ടെ. മനസ്സിലായി. ബണ്ണി ഇളയവനാണെങ്കിലും എന്നെ തന്നെ അവൻ ഭീഷണിപ്പെടുത്തും. എന്നോട് അവൻ ഓർഡർ ഇടുന്നു. അതെ, ഇനി ഇതൊന്നും നടക്കില്ല. ഞാനാണ് മൂത്തവൻ. ഇനി മുതൽ ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കേണ്ടത്. കണ്ടില്ലേ ഞാൻ എത്ര നന്നായിട്ടാ ഓടിക്കുന്നതെന്ന്? കണ്ടില്ലേ അവൻ സന്തോഷത്തിൽ എങ്ങനെ ഒച്ച വെക്കുന്നു? അവൻ സന്തോഷം കൊണ്ട് ഒച്ച വെക്കല്ല, പേടിയുണ്ടാ. തന്നെക്കാളും വെയിറ്റ് കൂടിയ കഴുത പോലും താഴെ വീഴും എന്നല്ലേ ചൊല്ല്. കാരണം ഹണിയും ഒരു കഴുതയാണ്. എനി ഡൗട്ട്? വരൂ, നമുക്ക് അവനെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ അവൻ താഴെ വീഴും. അയ്യോ, ഓ അവൻ എന്റെ ബൈക്കിൽ നിന്നുള്ള ബലൂണിനെ സൈക്കിൾ എന്ന സെലൂൺ വെച്ച് ഇടിച്ചു. ഞാൻ ഹനിയുടെ എല്ല് പൊട്ടിച്ച് റെയിൽവേ ലൈനിൽ ഫിറ്റ് ചെയ്യാതെ വിടില്ല.